സൗദി അറേബ്യയുമായിട്ട് US ഇപ്പോൾ ഒരു കരാറിലെത്തിയിരിക്കുകയാണ്. അതൊരു ന്യൂക്ലിയർ ഡീലാണ്. അതായത് അടുത്ത 30 വർഷത്തേക്കുള്ള ഒരു ന്യൂക്ലിയർ ഡീലാണ്. ഈ ഒരു ന്യൂക്ലിയർ ഡീൽ അനുസരിച്ച് അമേരിക്കയിൽ നിന്നുള്ള കമ്പനികൾ സൗദി അറേബ്യയിൽ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടാക്കുകയും അവിടെ യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്താനുള്ള അനുമതിയുമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലിപ്പോൾ ക്രിറ്റിക്സ് പറയുന്നത് ഇത്തരത്തിൽ യുറേനിയം എൻറിച്ച് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നത് അത് നല്ലതല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ അറ്റാക്ക്, ഇറാൻ കൊമേഴ്ഷ്യൽ ഷിപ്സിനെ ഹോർമൂസിലൂടെ കടത്തിവിടുന്നില്ല, അത് കടന്നു പോകുന്ന ഷിപ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇനിയും നിങ്ങൾ ഇങ്ങനെ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പവർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജൊക്കെ ഞങ്ങൾ തകർക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ പവർ പ്ലാന്റിനെയും ബ്രിഡ്ജിനെയും ആക്രമിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയും ഇറാൻ്റെ കോസ്റ്റൽ ഏരിയാസിൽ ത്രൂ ഔട്ട് US അറ്റാക്ക് ചെയ്തിരുന്നു. അതായത് ഇറാന് ഈ കൊമേഴ്ഷ്യൽ ഷിപ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിനെ പറ്റി പറയാനുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഹൂതികൾ ഇപ്പോൾ സൗദിയുടെ എണ്ണ ടാങ്കറുകൾ അതുവഴി പാസ് ചെയ്യുവാൻ അനുവദിക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ യമൻ്റെ കോസ്റ്റൽ ഏരിയാസിലൂടെ പാസ് ചെയ്യേണ്ടിയിരുന്ന ഈ ഒരു എണ്ണ ടാങ്കറുകളൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചു വിട്ടിരിക്കുകയാണ്. അതാണ് മറ്റൊരു അപ്ഡേറ്റ്.